പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ഇറാൻ സൈനിക മേധാവി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ എത്രയും വേഗം ഒരു കരയുദ്ധത്തിന് സജ്ജമാകാൻ സൈനിക മേധാവി അമീർ ഹത്മി ഇറാൻ സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ശത്രുക്കളുടെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും അമീർ ഹാത്മി ആവശ്യപ്പെട്ടു. ഇറാൻ മണ്ണിലെത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ലെന്നും അദ്ദേഹം വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇറാൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തതായും സേനയുടെ യുദ്ധസന്നദ്ധത വിലയിരുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ഇസ്രയേൽ സംയുക്താക്രമണത്തെ വ്യോമ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാൻ തിരിച്ചടിക്കുന്നതിന് പിന്നാലെ നേരിട്ടുള്ള സൈനിക നീക്കത്തിനു കൂടി ഇരുപക്ഷവും കോപ്പുകൂട്ടുന്നത് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ആണവശേഷികൾ തകർത്ത് വിജയം നേടിയെന്ന് ട്രംപ് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കരയുദ്ധ സാധ്യത കൂടി ശക്തമാകുന്നത്. അമേരിക്കയുടെ അടുത്ത നീക്കം കരയുദ്ധമായേക്കുമെന്ന് ഇറാൻ വിലയിരുത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇന്നൊരു സാധാരണ സംഘർഷ ഭൂമിയല്ല, മറിച്ച് അതൊരു വെടിമരുന്ന് കോപ്പിയായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തീപ്പൊരി ഏത് നിമിഷവും ലോകത്തെ മുഴുവൻ വിഴുങ്ങുമെന്നറിയാത്ത അവസ്ഥയിലാണ്. വർഷങ്ങളായി അടിച്ചമർത്തിയിരുന്ന വൈരാഗ്യങ്ങളും ശക്തി പ്രദർശനങ്ങളും ഇപ്പോൾ തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഓരോ മിസൈൽ നീക്കവും ഓരോ മുന്നറിയിപ്പും ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് മനുഷ്യ ചരിത്രത്തിന്റെ അടുത്ത വലിയ അധ്യായം എഴുതാൻ തയ്യാറെടുക്കുന്നുവെന്ന തോന്നൽ ശക്തമാകുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ശ്വാസം അടക്കി പിടിച്ചു നോക്കുന്ന ഈ വഴിത്തിരിവ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായി മാറിയേക്കാം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു പ്രാദേശിക തർക്കത്തിൽ നിന്ന് മാറി വൻ ശക്തികൾ നേർക്കുനേർ വരുന്ന ഒരു ലോക യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇന്ന് ആഗോളതലത്തിൽ ഉയരുന്നത്. ഈ മുന്നറിയിപ്പിന്റെ ആഴവും പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് കാത്തിരിക്കുന്നത് പ്രവചനാതീതമായ നാളുകളെയാണെന്ന് വ്യക്തമാകുന്നു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രകടിപ്പിച്ച നിലപാട് വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇസ്രയേലും സ്വീകരിക്കുന്ന നിലപാടുകളോട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂല നിലപാട് കൈക്കൊള്ളുന്നതായി ഇറാൻ കാണുന്നതായി അദ്ദേഹം തുറന്നു പറഞ്ഞു.